ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് എഗ് വിത്ത് പൊട്ടറ്റോ കറി. ആവശ്യമായ സാധനങ്ങൾ: സവാള, പിന്നെ ഗാർലിക്, ഗ്രീൻ ചില്ലി, കറി ലീവ്സ്, ഗരം മസാലയ്ക്ക് വേണ്ട ഗ്രാമ്പൂ, കുരുമുളക്, പെരിഞ്ജീരകം, കാർഡമം, പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ, 4 മുട്ട, ടൊമാറ്റോ, ജിഞ്ചർ, ചില്ലി പൗഡർ, പെപ്പർ പൗഡർ, ടർമറിക് പൗഡർ, കൊറിയാണ്ടർ പൗഡർ. ആദ്യം നമുക്ക് അടുപ്പിൽ ചട്ടി വെച്ച് ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി കഴിയുമ്പോൾ സവാള അരി വെച്ചിരുന്നു ജിഞ്ചറും ഗാർലിക്കും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് ഉപ്പ് ചേർക്കാം. ഇത് നമുക്ക് ബ്രൗൺ കളറാവുന്ന വരെ വഴറ്റാം. അപ്പോൾ നമ്മുടെ സവോള വഴണ്ട് ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ഗ്രീൻ ചില്ലിയും കൊറിയാണ്ടർ കറി ലീവ്സും കൂടെ ആഡ് ചെയ്യാം. ഇനി ഇത് വേവാനായിട്ട് നമുക്കിത് കൂട്ടി വെച്ച ശേഷം അടച്ചു വെക്കാം. തക്കാളി നന്നായിട്ട് വേവുന്നവരെ അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലകൾ ചേർക്കാം. ആദ്യം നമുക്ക് ഗരം മസാലയും ടർമറിക് പൗഡറും കൂടെ ആഡ് ചെയ്യാം. ഇനി കൊറിയാണ്ടർ പൗഡർ, ചില്ലി പൗഡർ. ഇനി ഇത് നമുക്ക് മൂക്കുന്നവരെ ഒന്ന് വഴട്ടിയെടുക്കാം. ഇത് നമ്മൾ കുറച്ച് ചപ്പാത്തിക്ക് വേണ്ടി ഉണ്ടാക്കണമുണ്ട്. കുറച്ച് ചാറായിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ട്
കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മൂത്ത മണം വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ഇപ്പം മസാലയൊക്കെ കൂടെ നല്ല ചാറായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ടയ്ക്കുള്ള ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പൊട്ടറ്റോ കൂടെ കിടന്ന് കുറച്ച് നേരം ഇത് തിളയ്ക്കണം. ഇതിലേക്ക് നമ്മൾ ബോയിൽഡായ മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എഗ് പൊട്ടറ്റോ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഇതാണ് നമ്മൾ കുക്ക് ചെയ്ത മുട്ടക്കറി.